ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ ഇന്നിവിടെ ഒരു വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. വാഴക്കൂമ്പിന് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിന് വളരെയേറെ പോഷക ഗുണമുണ്ട്. പണ്ട് നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരുമൊക്കെ വാഴക്കൂമ്പും വാഴപ്പിണ്ടിയും തൊടിയിൽ നിന്ന് കിട്ടുന്ന ഇലകൾ കൊണ്ട് കറി ഉണ്ടാക്കിയുമൊക്കെയാണ് കഴിച്ചിരുന്നത്. അവർക്കൊന്നും ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. വാഴക്കൂമ്പിന്റെ ചുണ്ട് ആദ്യം ചെത്തിക്കളയണം. ചെത്തിക്കളഞ്ഞിട്ട് 2 മിനിറ്റ് നേരം വെക്കണം. അതിന്റെ കറ പോകുന്നതിന് വേണ്ടിയാണ്. കറ പോയതിന് ശേഷം അത് നന്നായിട്ട് കുനുകുനാന്ന് കൊത്തി എരിയണം. ഞാൻ കയ്യിൽ വെച്ചാണ് അരിയുന്നത് കേട്ടോ. നിങ്ങൾ കട്ടിംഗ് ബോർഡ് ഉപയോഗിച്ചാണ് അരിയുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അരിയാം കേട്ടോ. പൂന്തീനരുവി പൊന്മുടിപ്പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം നമുക്കൊരേ മോഹം നമുക്കൊരേ ദാഹം പൂന്തീനരുവി. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മൂളിപ്പാട്ട് പാടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളെങ്ങനെയാണോ? നിങ്ങളെങ്ങനെയാണെന്ന് പറയണേ. വാഴക്കൊമ്പ് കുനുകുനാന്ന് കൊത്തി അരിഞ്ഞതിന് ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഇതിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ ഇളക്കി 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 ഞെരടി യോജിപ്പിക്കണം. കാരണം ഇതിനകത്ത് ഒരുതരം നൂലുണ്ട്. അത് നമ്മൾ കഴിക്കുമ്പോൾ വായിലൊക്കെ, കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ വായിലും തൊണ്ടയിലൊക്കെ കുടുങ്ങും. ആ നൂല് നന്നായിട്ട് ഇളക്കി 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 ഇങ്ങനെ എടുത്ത് കളയണം. കണ്ടോ, ഇതാണ് അതിലെ നൂല്. ചില അതിൽ കുറേ നൂലുണ്ടാവും, ചില വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. കണ്ടോ, ഈ തോരനിൽ ഞാൻ ചേർക്കുന്നത് ഒരു സവാള കൊത്തിയരിഞ്ഞത്, പിന്നെ മുതിര 2 സ്പൂൺ മുതിര എല്ലായ്പ്പോഴും എല്ലായിടത്തും കിട്ടണമെന്നില്ല. ഉഴുന്ന് ഉപയോഗിക്കാം. 1/4 കപ്പ് നാളികേരം, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾ, മുളക് പൊടി ഇവയെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തു വയ്ക്കുക. ഇനി അടുപ്പ് കത്തിച്ച് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കുക. ഞാൻ വിറകടുപ്പും ചീനച്ചട്ടിയും ഒക്കെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കരുത്, കാരണം നമ്മൾ കൂമ്പിൽ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം മുതിര അതിലേക്ക് ഇടുക. മുതിരയോ അല്ലെങ്കിൽ ഉഴുന്നോ ഏതാണ് നിങ്ങൾക്കിഷ്ടം അത് ചേർക്കുക. മുതിര കുനുകുനാന്നിങ്ങനെ പൊട്ടാൻ തുടങ്ങും. കണ്ടോ, പൊട്ടാൻ തുടങ്ങുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കുക. അല്പം കറിവേപ്പിലയും ചേർക്കുക. ഉള്ളിയും കറിവേപ്പിലയും നന്നായി ഇളക്കുക. 2 മിനിറ്റ് നേരം ഇളക്കുക. ഇളക്കി കഴിഞ്ഞ് ഒരു ചെറിയ നിറവ്യത്യാസം, ചുവപ്പ് നിറം പോലെ വരും. അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക. ഉപ്പ് ചേർത്ത് ഇളക്കിയ ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ മിക്സിയുടെ ജാറിൽ, അത് ഇതിലേക്ക് ചേർക്കുക. ചേർത്ത് നല്ലവണ്ണം ഇളക്കി അടച്ചു വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുക. വാ, എന്തോ ഒരു സുഗന്ധം, എന്ത് നല്ല മണം, കൊതി വരുന്നു. ഒരു താഴ്വരയിൽ ജനിച്ചു നമ്മൾ, ഒരു പൂന്തണലിൽ വളർന്നു, പൂനിലവലക്കിയ പുളിയിലക്കരയുള്ള പുടവയുടുത്തു നടന്നു നമ്മൾ, പൂക്കളിറുത്തു നടന്നു. ഓർമ്മകൾ മരിക്കുമോ, ഓളങ്ങൾ നിലയ്ക്കുമോ. അടിപൊളി ടേസ്റ്റ്. ഇനി ചുട്ട പപ്പടമുണ്ട്, കുറച്ച് കഞ്ഞി എടുക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട ചോറ് തന്നെയാകാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ എല്ലാവരും അല്പം ചോറ് കഴിച്ചോളൂ. ചോറുണ്ട്, മീൻ കറിയുണ്ട്, പിന്നെ ചുട്ട പപ്പടമുണ്ട്, ചുരങ്ങ താളിച്ചതും ഉണ്ട്. താങ്ക് യു.